24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. രാജ്യവ്യാപകമായി 259 ഇടങ്ങളിലാണ് മോക്ക് ഡ്രിൽ നടത്തുക. സംസ്ഥാന വ്യാപകമായി നാളെ മോക്ക് ഡ്രിൽ നടത്തുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. യുദ്ധ സാഹചര്യത്തിൽ എന്തൊക്കെ ചെയ്യണമെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കാനാണ് മോക്ക് ഡ്രിൽ. 1971 ശേഷം ആദ്യമായാണ് ഇത്തരമൊരു നടപടിക്ക് രാജ്യം സാക്ഷിയാവുന്നത്. രാവിലെ 11 മണിയോടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരുടെ യോഗം വീഡിയോ കോൺഫറൻസിലൂടെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി വിളിച്ചു ചേർത്തു. ദേശീയ ദുരന്ത നിവാരണ സേന അടക്കമുള്ള വിവിധ ഏജൻസികളുടെ തലവന്മാരും യോഗത്തിലുണ്ടായിരുന്നു. വ്യോമാക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള വഴി, തന്ത്രപ്രധാന സ്ഥാപനങ്ങളെ ശത്രുവിന്റെ കണ്ണിൽ നിന്നും മറയ്ക്കുക, അടിയന്തര സാഹചര്യത്തിൽ ആശയവിനിമയം തുടങ്ങി ജനങ്ങൾക്ക് നൽകേണ്ട മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ച് കേന്ദ്ര സർക്കാർ വിശദീകരിച്ചു. കേന്ദ്രം തയ്യാറാക്കിയ സിവിൽ ഡിഫൻസ് ജില്ലകളുടെ പട്ടികയിൽ തിരുവനന്തപുരവും എറണാകുളവുമുണ്ട്. എന്നാൽ നാളെ സംസ്ഥാന വ്യാപകമായി തന്നെ മോക്ക് ഡ്രിൽ നടത്തുമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ അറിയിപ്പ്. കേരളത്തിലെ ഡാമുകളുടെ സുരക്ഷ കൂട്ടാനുള്ള നിർദ്ദേശവും ലഭിച്ചിട്ടുണ്ട്. അതേസമയം പ്രധാനമന്ത്രിയുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വീണ്ടും ചർച്ച നടത്തി. 12 മണിക്കൂറിനിടെ രണ്ടാം തവണയായിരുന്നു കൂടിക്കാഴ്ച. 24 ഡൽഹി. ഭീകരാക്രമണമുണ്ടായ പഹൽഗാമിലെ ബൈസറൻ വാലിയിൽ നിന്നും ഭീകരവാദിയെന്ന് സംശയിക്കുന്ന ഒരാൾ കസ്റ്റഡിയിൽ. അഹമ്മദ് ബിലാൽ എന്നയാളെയാണ് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുമായി പിടികൂടിയത്. തുടർച്ചയായ 12ാം ദിവസവും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ട ബൈസറൻ വാലിയിൽ നടക്കുന്ന പതിവ് തെരച്ചിലിനിടെയാണ് ഭീകരവാദി എന്ന് സംശയിക്കുന്ന ഒരാൾ പിടിയിലായത്. അഹമ്മദ് ബിലാൽ എന്നയാളാണ് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുമായി പിടിയിലായത്. ഇയാളുടെ പെരുമാറ്റത്തിൽ ദുരൂഹത തോന്നിയ സുരക്ഷാസേന കൂടുതൽ ചോദ്യം ചെയ്യലിനായി പോലീസിന് കൈമാറി. ബദ്ഗാമിൽ നടത്തിയ പരിശോധനയിൽ 2 പ്രാദേശിക ഭീകരരെ അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്നും 2 പിസ്റ്റളുകളും 15 തിരകളും ഗ്രനേഡും കണ്ടെടുത്തു. പൂഞ്ച് സെക്ടറിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തു നിന്നും പാക് പൗരനെ പിടികൂടി. ഭീകരാക്രമണ കേസിൽ അന്വേഷണം തുടരുന്നതിനിടെ പഹൽഗാം പോലീസ് സ്റ്റേഷനിലെ SHO റിയാസ് അഹമ്മദിനെ അനന്ത്നാഗിലേക്ക് മാറ്റി. പീർ ഗുൽസാർ അഹമ്മദിനെ പഹൽഗാമിലെ പുതിയ SHO ആയി നിയമിച്ചു. തുടർച്ചയായി 12ാം ദിവസവും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. കുപ്വാര, ബാരാമുള്ള, പൂഞ്ച്, രജൌരി, മെന്ദാർ, നൌഷേര, സുന്ദർബനി, അക്നൂർ എന്നീ 8 പോസ്റ്റുകൾക്ക് നേരെ വെടിവെപ്പുണ്ടായി. ഉചിതമായ തിരിച്ചടി നൽകിയതായി ഇന്ത്യൻ സൈന്യം അറിയിച്ചു. പാകിസ്ഥാൻ പ്രകോപനം തുടരുമ്പോൾ അതിരുകടന്നാൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് ഇന്ത്യൻ സൈന്യം നൽകിക്കഴിഞ്ഞു. അതേസമയം ജമ്മു കശ്മീരിൽ പ്രാദേശിക ഭീകരർക്ക് വേണ്ടിയുള്ള വേട്ട തുടരുകയാണ്. ശ്രീനഗറിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ UN രക്ഷാസമിതിയിൽ ഒറ്റപ്പെട്ട് പാകിസ്ഥാൻ. മിസൈൽ പരീക്ഷണങ്ങളിൽ പാകിസ്ഥാനോട് അംഗരാജ്യങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചു. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഉന്നയിച്ച ആരോപണങ്ങൾ രക്ഷാസമിതി തള്ളി. രാജ്യാന്തര തലത്തിൽ അനുകൂല നിലപാട് നേടിയെടുക്കാനുള്ള പാക് ശ്രമത്തിന് തിരിച്ചടി. 1 മണിക്കൂറിലധികം നീണ്ടുനിന്ന ചർച്ചകളിൽ സുരക്ഷാ സമിതി അംഗങ്ങൾ ഭീകരാക്രമണത്തെ അപലപിച്ചു. ആണവ ഭീഷണി മുഴക്കിയതിനെയും സുരക്ഷാ സമിതി വിമർശിച്ചു. പാകിസ്ഥാന്റെ മിസൈൽ പരീക്ഷണങ്ങളിൽ അംഗരാജ്യങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചു. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടന ലഷ്കർ-ഇ-തോയ്ബയുടെ പങ്കിനെക്കുറിച്ച് ചർച്ചകളുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് രക്ഷാസമിതി അംഗങ്ങൾ പാകിസ്ഥാനോട് ചോദ്യങ്ങൾ ഉന്നയിച്ചു. പാകിസ്ഥാന്റെ ആവശ്യപ്രകാരം ചൈന നിർദ്ദേശിച്ചതനുസരിച്ചായിരുന്നു UN രക്ഷാസമിതി യോഗം ചേർന്നത്. രഹസ്യയോഗമായിരിക്കണമെന്നും പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, 24. പാകിസ്ഥാൻ അതിർത്തിയിൽ അഭ്യാസ പ്രകടനം നടത്താൻ വ്യോമസേന. രാജസ്ഥാനിലെ അതിർത്തിയിലാണ് സൗത്ത് വെസ്റ്റേൺ എയർ കമാൻഡ് നാളെ അഭ്യാസ പ്രകടനം നടത്തുന്നത്. മേഖലയിൽ നോ ഫ്ലൈ സോൺ പ്രഖ്യാപിച്ചു. ചെനാബ് നദിയിലെ ജലം ഇന്ത്യ തുറന്നുവിട്ടതിന് പിന്നാലെ പാകിസ്ഥാനിൽ പ്രളയ മുന്നറിയിപ്പ്. സിയാൽകോട്ട് അടക്കം പഞ്ചാബ് പ്രവിശ്യയിലാണ് മുന്നറിയിപ്പ്. ഇതിനിടെ ഇന്ത്യയുടെ വെള്ളം രാജ്യത്തിനകത്ത് തന്നെ പ്രയോജനപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ്. ആക്രമണത്തിന് 3 ദിവസം മുമ്പ് പ്രധാനമന്ത്രിക്ക് ഇന്റലിജൻസ് വിവരം ലഭിച്ചിരുന്നുവെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ആരോപിച്ചു. പരാമർശം മാപ്പർഹിക്കാത്തതാണ് എന്നാണ് BJPയുടെ പ്രതികരണം. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഗുരുതര സുരക്ഷാ വീഴ്ചയുണ്ടായെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണം ഉണ്ടാകുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് 3 ദിവസം മുൻപേ പ്രധാനമന്ത്രിക്ക് ലഭിച്ചിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി കാശ്മീർ സന്ദർശനം മാറ്റിവെച്ചതെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ആരോപിച്ചു. और मुझे ये भी इंफॉर्मेशन मिला और कहीं पेपर में भी आए हैं, लिखे हैं, हमले के 3 दिन पहले ही वहां इंटेलिजेंस रिपोर्ट
मोदी जी को भेजा था और उसीलिए मोदी जी ने कश्मीर जाने का प्रोग्राम कैंसल किया था। തെളിവുണ്ടെങ്കിൽ ഹാജരാക്കണമെന്നും അല്ലെങ്കിൽ മല്ലികാർജുൻ ഖാർഗെ മാപ്പു പറയണമെന്നും BJP ആവശ്യപ്പെട്ടു. രാജ്യം സംഘർഷ സാഹചര്യത്തിലൂടെ കടന്നുപോകുമ്പോൾ ഇത്തരം പരാമർശം നടത്തുന്നത് നിർഭാഗ്യകരമെന്ന് BJP MP രവിശങ്കർ പ്രസാദ് പറഞ്ഞു. जब जान रहे हैं कि तनाव बढ़ा हुआ है, राष्ट्रीय सुरक्षा का विषय है, तो उस समय प्रधानमंत्री के बारे में ये बोलना कि वो नहीं गए कश्मीर क्योंकि उनको मालूम था हमला होने वाला है, इससे बड़ा कोई गैर जिम्मेदाराना वक्तव्य हो सकता है क्या? പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തുടർ നടപടികളും സുരക്ഷാ കാര്യങ്ങളും നാളെ ചേരുന്ന കേന്ദ്ര മന്ത്രിസഭാ സമിതി ചർച്ച ചെയ്യും. രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നാവികസേനാ ഉദ്യോഗസ്ഥൻ ലഫ്റ്റനന്റ് വിനയ് നർവാളിന്റെ കുടുംബത്തെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സന്ദർശിച്ചു. കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിനൊപ്പം രാജ്യം മുഴുവൻ നീതിക്കായി കാത്തിരിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. 24 ഡൽഹി. ജമ്മുകശ്മീരിലെ കുപ്വാരയിൽ സൈനിക വാഹനം അപകടത്തിൽപ്പെട്ടു. 2 സൈനികർക്ക് വീരമൃത്യു. സൈനിക വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീനാഥ്, വിവരങ്ങൾ എന്താണ്? എപ്പോഴാണ് സംഭവം? വിശദാംശങ്ങൾ എങ്ങനെ ശ്രീനാഥ്? കുപ്വാരയിൽ ഏതാണ്ട് നിയന്ത്രണ രേഖയ്ക്ക് സമീപമാണ് ഇങ്ങനൊരു അപകടം ഉണ്ടായത്. കുത്തനെയുള്ള ഒരു ഇറക്കമായിരുന്നു. അവിടെ വെച്ച് സൈനിക വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഒരു കൊക്കയിലേക്ക് സൈനിക വാഹനം മറിയുന്നു. 4 സൈനികർക്കാണ് ആ സമയം പരിക്കേറ്റത്. അതിൽ 2 പേരുടെ നില ഗുരുതരമായിരുന്നു. ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും തന്നെ അവരുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. മറ്റു 2 സൈനികർ പരിക്കേറ്റവരെ ഇപ്പോൾ ശ്രീനഗറിലെ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവരുടെ ചികിത്സ ഇപ്പോൾ പുരോഗമിക്കുന്നുമുണ്ട്. അവർ ആ അപകടനില തരണം ചെയ്തു എന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. 2 സൈനികരാണ് ഇത്തരമൊരു അപകടത്തിലൂടെ അവരുടെ മരണം സംഭവിക്കുന്നത്. ഏതായാലും ഈ മേഖലയിൽ സൈനികരുടെ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കുകയും ഇന്ത്യ ജാഗ്രതയോടെ നിൽക്കുകയും ചെയ്യുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നത്. റിജിത്. ശ്രീനാഥ് ചന്ദ്രൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. KPCC അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട തർക്കം അവസാനിപ്പിക്കാൻ നീക്കവുമായി രാഹുൽ ഗാന്ധി. മുൻ KPCC അധ്യക്ഷന്മാർ അടക്കമുള്ളവരെ രാഹുൽ ഗാന്ധി ടെലിഫോണിൽ വിളിച്ച് സംസാരിച്ചു. സുധാകരനെ ഒഴിവാക്കേണ്ടതില്ല എന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ നിലപാട്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, KPCC അധ്യക്ഷന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ ഒരു സമവായം എന്ന നിലയിൽ രാഹുൽ ഗാന്ധി തന്നെ ഒരു നീക്കം നടത്തുന്നു. വിശദാംശങ്ങൾ എന്താണ് ഉമേഷ് ബാലകൃഷ്ണൻ? ഒരുപക്ഷെ ഇന്നോ നാളെയോ KPCC അധ്യക്ഷനെ മാറ്റി പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കുമെന്നുള്ള പൂർണ്ണ വിവരം KPCCക്കും മുതിർന്ന നേതാക്കൾക്കും ഉണ്ടായിരുന്നു. പക്ഷെ അതിനിടെയാണ് കഴിഞ്ഞ ദിവസം സുധാകരൻ തന്റെ അതൃപ്തി പരസ്യമാക്കിയത്. ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴും താൻ പറയാനുള്ളത് നാളെ പറയുമെന്ന് പരസ്യമായി തന്നെ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ സുധാകരനെ അനുനയിപ്പിച്ച ശേഷം മാത്രമായിരിക്കും പുതിയ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളത്. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ മറ്റ് മുതിർന്ന നേതാക്കളെ രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. മുൻ KPCC അധ്യക്ഷന്മാരടക്കമുള്ളവരെ ബന്ധപ്പെട്ടു. നേരത്തെ തന്നെ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ മുരളീധരൻ അടക്കമുള്ളവർ ഇപ്പോൾ സുധാകരനെ മാറ്റേണ്ട ആവശ്യമില്ല എന്നുള്ള നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇത്തരത്തിൽ സുധാകരനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം നേതാക്കൾ നിലവിൽ സുധാകരനെ മാറ്റേണ്ടതില്ല എന്നുള്ള അഭിപ്രായം രാഹുൽ ഗാന്ധിയെ അറിയിച്ചതായാണ് സൂചന. എന്തായാലും രാഹുൽ ഗാന്ധി കേരളത്തിലെ സാഹചര്യങ്ങൾ, മുതിർന്ന നേതാക്കളുടെ അഭിപ്രായങ്ങൾ തുടങ്ങിയവ നേരിട്ട് മനസ്സിലാക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ തിരക്കിയത്. രജിത്ത്. ശരി, ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. തെക്കേ ഗോപുരനടയിൽ മഴവില്ലഴക് വിരിയിച്ച് കുടമാറ്റം. പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും മത്സരബുദ്ധിയിൽ വിരിഞ്ഞത് എണ്ണമറ്റ വിസ്മയക്കുടകളാണ്. ഒരു പതിറ്റാണ്ടിന് ശേഷം തൃശൂരിലെത്തിയ കലോത്സവ കപ്പ് കുടമാറ്റത്തിലെ തിളക്കമായി. തൃശൂർ പൂരത്തിന്റെ കാഴ്ചാഭംഗീത. അഞ്ച് 30 തെക്കേ ഗോപുരനടയ്ക്ക് മുൻവശത്ത് പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങൾ മുഖാമുഖം നിലയുറപ്പിച്ചു. ഒരൊറ്റ ലക്ഷ്യത്തോടെ തടിച്ചുകൂടി ആയിരങ്ങളെ സാക്ഷിയാക്കി കുടമാറ്റം. ഗണപതിയും മുരുകനും തൃക്കാക്കരയപ്പനും മിനിറ്റുകൾക്കുള്ളിൽ കുടകളിൽ തെളിഞ്ഞു.
ഒരു പതിറ്റാണ്ടിന് ശേഷം തൃശൂരിലേക്ക് എത്തിയ കലോത്സവത്തിന്റെ കപ്പുയർത്തി തിരുവമ്പാടി. കയ്യനങ്ങുന്ന ചെണ്ടകൊട്ടുമായി പാറമേക്കാവിന്റെ മറുപടി. വർണ്ണവിസ്മയം തീർത്ത് വരാഹം, നരസിംഹം, LED കുടകൾ. കുടമാറ്റത്തിന് ശേഷം വേടൻ ഇവിടെ തുടരുമെന്ന ബാനർ ഉയർത്തി പൂരപ്രേമികൾ. കുടമാറ്റ കാഴ്ചകൾ കണ്ണും മനസ്സും നിറച്ച നിർവൃതിയിൽ പൂരപ്രേമികൾ മഹാഗോപുര നടക്കി മുന്നിൽ നിന്ന് വിടവാങ്ങി. ടീം 24 തൃശൂർ. കർണപുടങ്ങളിൽ കുളിർമഴ പെയ്യിച്ച് ഇലഞ്ഞിത്തറയിൽ മേളം പെയ്തിറങ്ങി. കിഴക്കൂട്ട് അനിയന്മാരാരും സംഘവും ഒരുക്കിയ പാറമേക്കാവിന്റെ മേളക്കാഴ്ച ജനലക്ഷങ്ങളെ പൂരാവേശത്തിന്റെ പാരമ്യത്തിലെത്തിച്ചു. ഇലഞ്ഞിത്തറയിൽ പതികാലം തുടങ്ങി. കൊമ്പും കുഴലും ഇലത്താളവും ചെണ്ടകളും ചേർന്നു. ഇടകാലത്തിലെത്തിയപ്പോൾ ഇലഞ്ഞിമരത്തിന്റെ തലയാട്ടം. മേളത്തിന്റെ കയറ്റിറക്കങ്ങളിൽ ആൾക്കൂട്ടം ആർപ്പു വിളിച്ചു. വിരലുകൾ വീശിച്ചുഴറ്റി. ഒടുവിൽ കലാശം. കിഴക്കൂട്ട് അനിയന്മാരാരും 400-ലേറെ വരുന്ന കൂട്ടരുമൊരുക്കിയ നാദവിസ്മയം. പാണ്ടിമേളത്തിന്റെ നിറതാളം. ഇനി ഒരാണ്ടിന്റെ കാത്തിരിപ്പ്. ടീം 24 തൃശൂർ. പൂരപ്പറമ്പിലെ മിന്നും താരമായി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. ചെമ്പൂക്കാവ് ദേശത്തിനൊപ്പമാണ് രാമചന്ദ്രൻ പൂരത്തിന്റെ ഭാഗമായത്. പതിവ് പോലെ രാമചന്ദ്രന് ചുറ്റും ജനസഞ്ചയത്തിന്റെ നിറവ് പ്രകടമായിരുന്നു. ആനപ്രേമികളുടെ ഒരേ ഒരു രാമൻ ചെമ്പൂക്കാവിലിറങ്ങി. കാർത്തികേയനി ദേവി ക്ഷേത്രത്തിന്റെ പടിപ്പുര കടന്ന് അകത്തേക്ക്. തിടമ്പ് ശിരസിലേന്തി പറ്റാനകളായി ലിബർട്ടി ഉണ്ണിക്കുട്ടനും കാശിനാഥനും. അവിലും മലരും മധുരവും നിറച്ച പറകളൊരുക്കി കാത്തിരുന്നു തട്ടകൾ. പ്രശാന്ത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ വരുന്നതിന്റെ ഭാഗമാണ് ഈ ഇത്രയധികം ആളുകൾ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വലിയൊരു സംഭവം. ഇനി തുടർന്നും ഇങ്ങനെ നടക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെ കമ്മിറ്റിയുടെയൊക്കെ ആഗ്രഹം. ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും ഫാനാണ്. പ്രത്യേകിച്ചും രാമനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. പാലസ് റോഡിലൂടെ പാറമേക്കാവിന് മുന്നിലേക്ക്. ഭഗവതിയുമായി കിഴക്കേ ഗോപുരത്തിലൂടെ വടക്കുന്നാഥ സന്നിധിയിലേക്ക്. ഇവിടെ നിന്നും തെക്കേ ഗോപുരം കടന്ന് ഒരു നടത്തം. തിരികെ വന്ന ഗോപുരത്തിലൂടെ തട്ടകത്തിലേക്ക് മടക്കം. എവിടെ രാമനുണ്ടോ അവിടെ ആളുകളുണ്ട്, ആരവമുണ്ട്, ആവേശമുണ്ട്. അങ്ങനെ ഈ പൂരക്കാലത്തെയും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ അടയാളപ്പെടുത്തി. സുർജിത് അയ്യപ്പത്ത്, ടീം 24 തൃശൂർ. പേവിഷബാധയ്ക്കെതിരായ വാക്സിൻ പൂർണ്ണമായും ഫലപ്രദമാണെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ. 20 വർഷത്തിനിടയിൽ വാക്സിൻ സ്വീകരിച്ച 150 പേർക്കിടയിൽ നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തൽ. 24 എക്സ്ക്ലൂസീവ്. വാക്സിൻ എടുത്തവർക്കും പേവിഷബാധ സ്ഥിരീകരിക്കുന്നത് കൂടിയ സാഹചര്യത്തിലാണ് വാക്സിൻ ഗുണനിലവാരം ഉൾപ്പെടെ പഠിക്കാൻ വിദഗ്ധ സമിതിയെ സർക്കാർ നിയോഗിച്ചത്. 2023-24 വർഷത്തിലായിരുന്നു പഠനം. 20 വർഷം മുൻപ് വരെ വാക്സിൻ എടുത്ത 150 പേരെ നേരിട്ട് കണ്ട് വാക്സിൻ എടുത്ത ശേഷമുള്ള ആന്റിബോഡി സാന്നിധ്യമാണ് പരിശോധിച്ചത്. പഠനത്തിൽ 93% പേർക്കും ശരീരത്തിൽ ആന്റിബോഡി സാന്നിധ്യമുള്ളതായി കണ്ടെത്തി. 5 വർഷം മുൻപ് വാക്സിൻ എടുത്ത 100% പേർക്കും ആന്റിബോഡി സാന്നിധ്യമുണ്ടായിരുന്നു. വാക്സിൻ എടുത്തവരിൽ
ആൻറ്റിബോഡി ടൈറ്റർ എത്ര കണ്ടുണ്ട്, അതായത് പ്രൊട്ടക്റ്റീവ് ലെവൽ ഓഫ് ആൻറ്റിബോഡി ടൈറ്റർ ഉണ്ടോ എന്നുള്ളൊരു പഠനമാണ് നമ്മൾ നടത്തിയത്. റേബീസ് വാക്സിന് സ്റ്റോറേജ് ഇഷ്യൂ ഇല്ല, 48 hours ഒക്കെ റൂം ടെമ്പറേച്ചറിൽ പൊട്ടൻ്റ് ആയിട്ടിരിക്കുന്നതാണ്. ഡേറ്റ കളക്ഷൻ 22, 23, 24 പഠനം അവസാനിപ്പിച്ചു. ഒരു തവണ വാക്സിൻ എടുത്ത ശേഷം വീണ്ടും മൃഗങ്ങളുടെ കടിയേറ്റ് വാക്സിൻ എടുക്കേണ്ടി വന്നാൽ മുഴുവൻ ഡോക്സ് വാക്സിനും എടുക്കേണ്ടതില്ല. കുട്ടികൾക്ക് പ്രീ വാക്സിനേഷൻ അഥവാ മുൻകൂട്ടിയുള്ള വാക്സിനേഷൻ എടുക്കാനാണ് പഠനത്തിലെ ഒരു ശുപാർശ. ഈ വാക്സിൻ എടുത്തിട്ടുള്ളവരാണ്, നേരത്തെ വാക്സിൻ എടുത്തിട്ടുള്ളവരാണെങ്കിൽ അവരുടെ ശരീരത്തെ ആൻറ്റിബോഡി കാണും. അതുകൊണ്ട് പ്രീ എക്സ്പോഷർ പ്രൊഫിലാക്സിസ് നമ്മൾ റെക്കമെൻഡ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് കുഞ്ഞുങ്ങൾക്ക് 3 ഡോസ് എടുക്കുന്നത് 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് എടുക്കണമെന്ന് എൻഡമിക് റീജിയൻ, ഇപ്പോൾ നമ്മളൊരു എൻഡമിക് റീജിയനാണ്, ഇവിടെ റേബീസ് ഉണ്ട്, നല്ലപോലെ നമ്മുടെ മൃഗങ്ങൾക്കിടയിൽ റേബീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള റെക്കമെൻഡേഷൻ ഉണ്ട്. പഠന റിപ്പോർട്ട് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറി. അന്താരാഷ്ട്ര മെഡിക്കൽ ജേണലിൽ പ്രസിദ്ധീകരിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. റാപ്പർ വേടനെതിരെയുള്ള പുലിപ്പല്ല് കേസിൽ കോടനാട് റേഞ്ച് ഓഫീസർക്കെതിരെ നടപടിയുമായി വനംവകുപ്പ്. റേഞ്ച് ഓഫീസർ ആർ അധീഷിനെ മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷന് പുറത്തേക്ക് സ്ഥലം മാറ്റും. കേസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് തെറ്റായ വിവരങ്ങൾ നൽകി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. പുലിപ്പല്ലി കേസിൽ റാപ്പർ വേടന്റെ അറസ്റ്റും പിന്നാലെയുണ്ടായ വിവാദങ്ങൾക്കും ഒടുവിലാണ് കോടനാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആർ അധീഷിനെതിരെ വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നടപടിയെടുക്കുന്നത്. അധീഷിനെ മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷന് പുറത്തേക്ക് സ്ഥലം മാറ്റും. മാധ്യമങ്ങൾക്ക് തെറ്റായ വിവരങ്ങൾ നൽകി ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുണ്ടായത് സർവീസ് ചട്ടലംഘനമെന്നായിരുന്നു വനം മേധാവിയുടെ റിപ്പോർട്ട്. ഇത് അംഗീകരിച്ചാണ് നടപടി. വേടന് ശ്രീലങ്കൻ ബന്ധമുണ്ട് എന്നതുൾപ്പെടെ ഉദ്യോഗസ്ഥന്റെ പ്രതികരണം ഗുരുതര വീഴ്ചയായാണ് സർക്കാർ വിലയിരുത്തുന്നത്. മുഖ്യമന്ത്രിയുടെ കൂടി അഭിപ്രായം പരിഗണിച്ചാണ് വനം മന്ത്രി ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റാൻ തീരുമാനിച്ചത്. കേസിലെ ഉദ്യോഗസ്ഥ വീഴ്ച സംബന്ധിച്ച വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനും വനം മന്ത്രി നിർദ്ദേശിച്ചു. ഉദ്യോഗസ്ഥർ ചട്ടങ്ങൾ പാലിച്ചെന്ന വനം മേധാവിയുടെ റിപ്പോർട്ട് തത്വത്തിൽ തള്ളിയാണ് വിശദമായ അന്വേഷണം നടത്തി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ വനം മന്ത്രി എ കെ ശശീന്ദ്രൻ വനം വകുപ്പ് മേധാവിക്ക് നിർദ്ദേശം നൽകിയതെന്നാണ് വിവരം. അന്തിമ റിപ്പോർട്ട് ലഭിച്ച ശേഷം കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് വനം മന്ത്രിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. എ വി ജയശങ്കർ, 24, പത്തനംതിട്ട. ദേവികുളം തെരഞ്ഞെടുപ്പ് കേസിൽ CPIM MLA എ രാജയ്ക്ക് വിജയം. MLA എ രാജയുടെ തെരഞ്ഞെടുപ്പ് സുപ്രീം കോടതി ശരിവെച്ചു. എ രാജയ്ക്ക് സംവരണ സീറ്റിൽ മത്സരിക്കാൻ അർഹതയുണ്ടെന്നും തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കിയ ഹൈക്കോടതി വിധിയിൽ പിഴവുണ്ടെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. ഇതോടെ രാജയ്ക്ക് MLA ആയി തുടരാം. പരിവർത്തിത ക്രിസ്ത്യനായ എ രാജയ്ക്ക് പട്ടികജാതി സംവരണ മണ്ഡലമായ ദേവികുളത്ത് മത്സരിക്കാൻ അർഹതയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എതിർ സ്ഥാനാർത്ഥിയായിരുന്ന കോൺഗ്രസിലെ ഡി കുമാർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജിക്കാരന്റെ വാദം ശരിവെച്ച ഹൈക്കോടതി തിരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കി. പിന്നാലെയാണ് രാജ സുപ്രീം കോടതിയെ സമീപിച്ചത്. നീണ്ടുനിന്ന നിയമപോരാട്ടത്തിനൊടുവിൽ എ രാജയ്ക്ക് അനുകൂലമായ വിധി. ഞാൻ ഏത് മതം സ്വീകരിക്കണമെന്ന് അദ്ദേഹമല്ലല്ലോ തീരുമാനിക്കേണ്ടത്, അത് ഞാനല്ലേ തീരുമാനിക്കേണ്ടത് അല്ലേ? ഇതിപ്പോൾ ജനങ്ങളുടെ വിജയമാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾ ഈ മണ്ഡലത്തിൽ ഏറ്റവും ഇരട്ടി ഭൂരിപക്ഷത്തോടു കൂടിയാണ് എന്നെ 8000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്നെ വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് എത്ര പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാകുമല്ലോ. ജനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം നിലപാട് തിരുത്തുന്നതാണ് നല്ലത്. എ രാജയ്ക്ക് സംവരണ സീറ്റിൽ മത്സരിക്കാൻ അർഹതയുണ്ട്. MLA എന്ന നിലയ്ക്ക് ഇതുവരെയുള്ള ആനുകൂല്യങ്ങൾ രാജയ്ക്ക് നൽകണമെന്നും സുപ്രീം കോടതി. എന്നാൽ എ രാജ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളല്ലെന്ന വാദത്തിൽ താൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്ന് എതിർ സ്ഥാനാർത്ഥിയായിരുന്ന ഡി കുമാർ. അതിന്റെ എല്ലാ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എനിക്ക് അനുകൂലമായി ഹൈക്കോടതി വിധി പറഞ്ഞത്. ആ എല്ലാ തെളിവുകളും രേഖാമൂലം തന്നെ ഞാൻ സുപ്രീം കോടതിയിൽ അത് കൊടുക്കുകയും ചെയ്തു. അത് സുപ്രീം കോടതി എന്തടിസ്ഥാനത്തിൽ ഹൈക്കോടതി വിധിയെ റദ്ദ് ചെയ്തു എന്ന് എനിക്കറിയത്തില്ല. അനാവശ്യ വിവാദമുണ്ടാക്കിയവർക്കുള്ള താക്കീതാണ് വിധിയെന്ന് CPIM പ്രതികരിച്ചു. ഇത് ശരിയായ ജനാധിപത്യ സംവിധാനത്തിൽ നീതിന്യായ കോടതി ഏറ്റവും ശരിയായ രൂപത്തിൽ പരിശോധിച്ച് ചരിത്രപ്രധാനമായൊരു വിധിയാണ് രാജായ്ക്ക് അനുകൂലമായി ഉണ്ടായിരിക്കുന്ന ഈ വിധി എന്ന് പറയുന്നത്. സുപ്രീം കോടതി വിധിയോടെ ആരോപണങ്ങളെ അതിജീവിക്കാനായത് എ രാജയ്ക്ക് കൂടുതൽ കരുത്ത് നൽകുന്നതാണ്. ഡൽഹി ബ്യൂറോയ്ക്കൊപ്പം 24, ഇടുക്കി. 7 വർഷത്തിനുള്ളിൽ 7 മില്യൺ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സുമായി 24ന്റെ വിജയക്കുതിപ്പ് തുടരുന്നു. വാർത്തകൾ അവതരിപ്പിക്കുന്നതിലെ പുതുമയും ദൃശ്യാവിഷ്കാരത്തിലെ സാങ്കേതിക തികവും നിലപാടുകളിലെ സത്യസന്ധതയുമാണ് 24നെ പ്രേക്ഷകരുടെ ഇഷ്ടപ്പെടുന്ന വാർത്താ ഇടമാക്കി മാറ്റിയത്. നാടിന്റെ ന്യൂസ് ഡെസ്കായി മാറിയ 24ന് 7 മില്യൺ സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ തിളക്കമേകുകയാണ്. പുതിയ വാർത്തകളും ജീവിതകഥകളും തേടുന്നതിനൊപ്പം തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകളെ പാതി വഴിയിൽ ഉപേക്ഷിക്കാത്തതാണ് 24ന്റെ ജനപ്രീതിക്ക് കാരണം. അധികൃതരെ നിരന്തരം വിളിച്ചുകൊണ്ടുള്ള ഫോളോ അപ്പ് മുതൽ ജീവിതത്തിൽ തനിച്ചായവരെ 24 കണക്റ്റിലൂടെ ചേർത്ത് നിർത്താനാകുന്നതുവരെ ഇതിനുദാഹരണം.
നാടിനെ നശിപ്പിക്കുന്ന വിപത്തായ ലഹരിക്കും അക്രമത്തിനുമെതിരെ 1 മാസം നീണ്ട കേരളയാത്ര സംഘടിപ്പിച്ചുകൊണ്ടാണ് ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരുടെ മാധ്യമരംഗത്തെ 40 വർഷം 24 ആഘോഷിച്ചത്. ലഹരിക്കെതിരെ അമ്മമാരെ ഉൾപ്പെടെ അണിനിരത്തിക്കൊണ്ടുള്ള യാത്ര വൻ വിജയമായി. സംസ്ഥാന സർക്കാരിന് ലഹരിയുമായി ബന്ധപ്പെട്ട ചില ക്രിയാത്മക നിർദ്ദേശങ്ങൾ നൽകാനും 24ന് സാധിച്ചു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ 24 കണക്റ്റിലൂടെ ചേർത്ത് നിർത്തി. മഹാദുരന്തങ്ങളിൽ ഒറ്റപ്പെട്ടവർ, നാട്ടിലേക്ക് വരാനാകാതെ യുദ്ധമുഖത്ത് വിറങ്ങലിച്ചു നിന്നവർ, ജപ്തി ഭീഷണിയിൽ പകച്ചു നിന്നവർ തുടങ്ങി നിരവധി പേർക്ക് സഹായമെത്തിക്കാനും അവരുടെ നാവാകാനും 24ന് കഴിഞ്ഞു. സൗദിയിലെ അബ്ദുറഹീമിനെ മോചിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ധനസമാഹരണ ദൗത്യവും 24ന്റെ നേതൃത്വത്തിൽ നടന്നു. റെക്കോർഡ് ലൈവ് കാഴ്ചകളുമായി മലയാളികളുടെ ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റ് ആകാനും ഇക്കാലം കൊണ്ട് 24ന് സാധിച്ചു. യൂട്യൂബ്, ഫേസ്ബുക്ക്, ഓൺലൈൻ പോർട്ടൽ, എക്സ്, ഇൻസ്റ്റഗ്രാം തുടങ്ങി സമൂഹമാധ്യമങ്ങളിലാകെ 24 അതിവേഗം മുന്നേറുകയാണ്. ന്യൂസ് ഡെസ്ക് 24. 24 റൗണ്ട് പൂർത്തിയാവുകയാണ്. നമസ്കാരം.